ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളോർക്കും ഞാൻ എന്താണെന്ന് ഭയങ്കര ചിരിയോടെയൊക്കെ വരുന്നതെന്ന്. ഇത് ലാസ്റ്റ് കരച്ചിലാവാനുള്ളൊരു പോക്കാവും. അപ്പോൾ എന്താണ് കരച്ചിലാവാനെന്ന് പറഞ്ഞ കാരണം ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ് എന്ന് തോന്നുന്നു, ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചലഞ്ചാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ റോ ഈറ്റ് ചലഞ്ച്, പച്ചക്ക് തിന്നുന്ന ചലഞ്ച്. എന്ത്, നമ്മുടെ ഈ വീട്ടിലുള്ള പച്ചക്കറികൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളോർക്കും മുളക് വരെ തിന്നിങ്ങനെ തിന്നു. എന്നിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്, തിന്നിട്ട് അത് തുപ്പാൻ പാടില്ല, ഇറക്കണം. നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് പോവാം. അവിടെ ആദ്യത്തെ ഇര കുക്കുംബറാണ്. ഇത് പിന്നെ തിന്നാൻ സിമ്പിളാണ്. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റും കൂടി ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് തന്നെ തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇത് കഴുകുമൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ തിന്നാം. ഇതിൻ്റെ ഈ അടിയിലത്തെ ഞെട്ട് ഞാൻ പുറത്ത് കളയും, അത് ഞാൻ തിന്നത്തില്ല കേട്ടോ. അത് മാത്രം തിന്നില്ല, ഈ സംഭവം പച്ചക്കറിയാണ് നമ്മൾ തിന്നണ്ടേ. അതിലൊരു മുള്ള് പോലത്തെ സംഭവം ഉണ്ട്, അത് ഞാൻ തൂത്ത് കളയട്ടെ. ഇനി നമുക്ക് ഇതിനെ കടിക്കാൻ പോവാ. ഇവിടെ വെച്ച് തന്നെ കേട്ടോ ഞാൻ കടിക്കുന്നത്. പുഴുവൊന്നും ഇല്ലല്ലോ അല്ലേ. ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പറിക്കുവാണ്. നമ്മൾ കഴിച്ച സാധനം ഇവിടെ വെക്കരുത്. ഇത് ഈ കുറുമ്പന്മാർ വേറെ കൊതിയ ആളുണ്ട്, ആൾക്കൂടി കൊള്ളട്ടെ. അപ്പൊ ഞാൻ കഴിക്കാം. ഫുള്ള് കഴിക്കല കേട്ടോ, നിർത്തുവാണ്. ഇനി കഴിച്ചാൽ അടുത്തത് തിന്നാനുള്ള വയറില്ല. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത സംഭവം എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇത് കഴിച്ചിട്ടുണ്ടാവും, നമ്മുടെ വെണ്ടക്ക. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എത്ര പേര് കഴിച്ചിട്ടുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം എന്തോ കഴിച്ചിട്ടുണ്ട് ഈ സാധനം. സൂപ്പർ സാധനമാണ്. നിങ്ങൾ ഓർക്കുന്നതിന് തന്നെ ഇവള് ഇങ്ങനെ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്ത മെഷീൻ നമ്മുടെ ക്യാബേജ് ആണ്. അപ്പൊ ഇവനെ ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നാണ് ഞാൻ ഇല പറിക്കുന്നത്. ഈ ഇല പറിച്ചെടുക്കണം. ക്യാബേജ് നമ്മൾ സലാഡൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുന്ന സാധനം, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഗൈസ്, ഞാൻ ക്യാബേജ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയില്ല, ഞാൻ പെട്ടെന്ന് ഇതാക്കി. പക്ഷെ ഇറക്കിയിട്ടൊരു കയ്പ്പ്, അതുകൊണ്ട് ഞാൻ ഫുള്ളൊന്നുമില്ല. അമ്മ അവിടെ ഇരുന്ന് ചവച്ച് തിന്നുണ്ട്. അമ്മക്ക് എങ്ങനെ തിന്നുന്നു എനിക്കറിയില്ല. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ഇത് പറയുമ്പോഴേ എനിക്കൊരു പേടി. മുളക് എരിഞ്ഞ് ചാവാം. നമ്മുടെ ഈ മുളകിനാണ് ഒടുക്കത്തെ എരിവാണ്. ഈ ഇവന്മാരെ കൊണ്ട് ചെറുത് പറിച്ചാ പോരെ. ചെറുത് പറിക്കാട്ടോ. ഞാൻ ഫുള്ളൊന്നും കഴിക്കില്ല, നമ്മൾ വേസ്റ്റ് ചെയ്യരുതല്ലോ. അപ്പോൾ ഞാൻ മൂക്കാത്ത പറഞ്ഞു, ഞാൻ എരിവില്ലായിരിക്കും. ഇത് പറിക്കണോ? ഇത് പറിക്കാം. കഴിക്കട്ടെ. പേടിയാ. കുഴപ്പമില്ല, ഇവിടെ കൂടി കടിച്ചു നോക്കാം, എന്നിട്ട് നോക്കാം. ഇത് ഉപ്പാനും പറ്റിയല്ല, ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും പറ്റാനുള്ള, മധുരിച്ചിട്ട് തുപ്പാൻ പറ്റാത്ത. ഞാൻ ഇറക്കി. ശരിയാണ്, ആ കുക്കുംബർ എടുത്ത് തിന്നട്ടെ. ഒടുക്കത്തരുവാണ്. കുക്കുംബർ കാണാനില്ല, പുളി നിന്ന് നോക്കാം. പൈസ തന്നെ
ഇരിഞ്ഞിട്ട് വരാം. പുളി പുളി എരിയുന്നു. ഞാൻ ഒടുക്കത്തെ പുളിയാ. അടുത്ത മെഷീൻ പറഞ്ഞു. ഞാൻ അടുത്ത കുക്കുമ്പർ കുറച്ചത് വലുതായില്ല. എടാ പോടാ, തിന്നുവാണ്ട. നമുക്ക് അടുത്ത മെഷീൻ പോവാം. ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അടുത്തായിട്ട് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് എന്നാലും അടുത്ത മെഷീൻ പേരൊക്കെയാണ്. നമ്മളിപ്പോ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കുറെ സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ പറിക്കണം. ഞാൻ പറിച്ചിട്ട് കാണിച്ചു തരാം. ഇത് വലിയൊരു പേരൊക്കെ ഉണ്ട്. ഇതിനെ കുത്തിയിട്ടത് വരുന്നില്ല. ഞാൻ അടി മേടിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ കുത്താൻ അറിയത്തില്ല ഗൈസ്. പേരൊക്കെ കിട്ടി, കഴിക്കാം. എരിവ് മാറിയിട്ടോ. ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് എരിവിന്റെ ആണെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് തോന്നട്ടെ. ഞാൻ കഴിക്കുകയാണ്. കിട്ടി എന്നോ പല്ലിടക്ക് കയറി. അതല്ല മുറിച്ചെടുത്താൽ തിന്നാൻ എളുപ്പമുള്ളൂ. അടുത്ത മെഷീൻ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് കപ്ലങ്ങാണ്. നമുക്കത് പറിക്കാം. ഈ പേരൊക്കെ എന്നെ കൂടെ കൊണ്ട് വയ്ക്കാം. കപ്ലങ്ങ കുത്തുവാണ്. കറക്റ്റായിട്ട് കിട്ടുന്നത്. ഞാൻ കുത്തട്ടെ. ഇങ്ങനെ ഞാൻ കുത്താം. ഞാൻ നോക്കാം. കുത്തിത്തരും ഗൈസ് കറക്റ്റായിട്ട്. ഇതിനെക്കാട്ടി നമ്മുടെ എക്സ്പേർട്ടാണ് നമ്മുടെ കൃഷിക്കാരൻ. അപ്പൊ കൃഷിക്കാരൻ പുറത്തു വരെ പോയേക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ എക്സ്പേർട്ട് കാണാത്തത്. അപ്പോൾ ഇത് എക്സ്പേർട്ട് തന്നെ വരേണ്ടി വരുമെന്ന് ഗൈസ്. അച്ഛനെ വരേണ്ടി വരും. കപ്ലങ്ങ പറിക്കാൻ വേണ്ടി നമ്മുടെ കൃഷിക്കാരൻ ഇല്ലാത്തതുകൊണ്ട് അത് കുത്താൻ പറ്റുന്നില്ല. അപ്പൊ കൃഷിക്കാരൻ വന്നു കഴിയുമ്പോൾ കൃഷിക്കാരനെ ഈ കപ്പളത്തിനെയും കുത്തുന്ന ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കഴിച്ചിട്ട് ഏമ്പൊക്കെ വരുന്നു. തൽക്കാലം നമ്മുടെ വീട്ടില് ഇതില്ല കേട്ടോ. കോവല് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറെ ഇതൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പൂവേ ഉള്ളൂ. കായെല്ലാം കാണാനേ ഇല്ല. ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ പൂ പറിച്ച് തിന്നു നോക്കാം. പെട്ടെന്ന് തൊട്ടപ്പോഴേ പോന്നു. പിന്നെ പൂ തിന്നണ്ടല്ലോ. കോവക്കയല്ലോ നമ്മൾ തിന്നണ്ട്. പൂ തിന്നണ്ടല്ലോ. മമ്മി പറഞ്ഞു പൂ തിന്നണ്ട. അപ്പൊ നമുക്ക് ഈ കോവക്ക തിന്നുണ്ട്. ചെറിയ കോവക്ക. ഇത് 2 ദിവസം കൂടി വെച്ചാറിനെ നല്ലോണം സൂപ്പറായിട്ട് വന്നേനെ. അപ്പൊ പറിച്ചെടുത്തല്ലേ പോണ്. യമ്മി. അടുത്ത സംഭവം വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കണ്ട, ഞാൻ അമ്മേനെ മമ്മീന്ന് വിളിക്കുന്നത് ഞാൻ അമ്മേന്ന് തന്നെയാണ് വിളിക്കുന്നത്. മമ്മീന്ന് ഞാൻ ചുമ്മാ വിളിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വേറൊരു കോവക്കയുണ്ട് ഗൈസ്. ഇത് വേറെ കോവലിന്റെ തൈയാണ്. അപ്പൊ അതില് നമ്മുടെ തെങ്ങിലാണ് കേട്ടോ കോവക്ക ഉണ്ടാവുന്നത്. തെങ്ങിലിപ്പോ തേങ്ങയില്ല, ഇതിലൊരു കോവക്കയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ കയറി അവിടെ എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറിക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ കുന്തം വെച്ച് കോലി വെച്ച് കുത്തിയെടുക്കും കേട്ടോ. കുന്തോന്നൊക്കെയാ വരുന്നത്. ഞാൻ കേറും. നിലത്ത് കിടക്കണ്ടിരുന്നു. നീ എവിടെ വന്ന മരഭൂതമേ? എവിടെയോ എന്തോ ഒരു തകരാറ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാനിത് പറിക്കും എന്നെ ഈ കോവക്ക ചലഞ്ച് ചെയ്തേക്കുവാ. പോത്തില്ലല്ലോ. ചെരിപ്പൂരം. തെങ്ങേറ്റക്കാരിയാന്ന് പറയരുത്. എനിക്ക് അറിയത്തില്ല. മരത്തില് ചവിട്ടി കേറാൻ പോലും അറിയില്ലാത്ത ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ കേറുവാണ്. പാമ്പൊന്നും ഇല്ലല്ലോ ഇതിന്റെ ഇടക്ക്.
ഇതെന്ത് കഷ്ടാണ്. ഒരു ഇഞ്ച് കൂടി വന്ന ഇതൊക്കെ പൊടിഞ്ഞു വീഴുന്ന പോലെ. ഇതാ പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഇതിനെക്കാട്ടി ചെറുതല്ലേ? പുഷ്പ വാടത്തില്ലടാ. ഞാൻ ഇത് പറിച്ച് നിക്ക്. എന്റെ ചെരുപ്പ് ഇതൊന്നും അടുത്ത് ഇങ്ങോട്ട് തരാം. പോലല്ലോ, ഞാൻ കേറും. പായത്ത് എത്രയും പോലും എത്താൻ പറ്റിയ. ഉണ്ണിയമ്മേ, ഉണ്ണിയമ്മേ, കുടുംബിയെ ഞാൻ പിടിച്ചു. കിട്ടിയ കിട്ടി കിട്ടി നിലത്ത് വീണു. വെച്ചു പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലേവർ അല്ല, ഫയറാ. കഴുകട്ടെ എന്ന് പറഞ്ഞാൽ പറിക്കും. തിന്നട്ടെ. മൂത്ത് ഇവണത്തിൽ നോക്കാം. കുഴപ്പം, ഇത്തിരി പുളിയുണ്ട്. അപ്പൊ നമ്മളെ ഇനി അടുത്ത സംഭവം ഞാൻ ഒരു കാരണവശാലും തിന്നില്ല. ഛർദിച്ച് കിടക്കും. എനിക്ക് പറ്റില്ല, ഞാൻ കിടക്കും. ഞാൻ ഒരു വട്ടം കിടന്നതാ ഇത് തിന്നിട്ട്. ഞാൻ ഇനി മഞ്ഞ കളറായി നിലത്ത് വീഴാണ്ട് തിന്നില്ല. ആണ്ട് പക്രു ചേട്ടയുടെ ക്യാമറമാന്റെ മേത്ത് കയറുന്നു. ഇവൻ ഇട സമയത്ത് ഇതാവൂട്ടോ, വട്ടള പോവന് കുട്ടൂസ്. അപ്പൊ നമ്മളെ അടുത്ത വിഷയം, നമ്മുടെ കൃഷിക്കാരൻ വന്നു. നമ്മൾ കപ്പളങ്ങ കുത്താൻ പോവാണ്. കുത്ത് 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 കുത്ത്. സിക്സ് അടിച്ചു. അത് കണ്ടാലും കുത്തിയെടുത്ത് സിക്സ്. ധോണിയാണ് കേട്ടോ. അച്ഛയും അമ്മയും കപ്പളങ്ങ ചെട്ടുവാണ്. അപ്പത്തേക്ക് അവർ ചെത്തട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ സ്വന്തം ഏത്തപ്പഴം ആണ്ട് ധീര ധീര ധീര. ഇതെന്നാ കപ്പളങ്ങ പഴം കൂട്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടായ കപ്പളങ്ങ ഇതാണ് കുത്തിയെടുത്തത്. കണ്ടാ ധീരനാ, വീരൻ. പൊക്കോ. ഇനി ഞങ്ങൾ പറയട്ടെ, നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടായ ഏത്തപ്പഴമാണ് ഇത്. ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങളെ. എന്താ കളറൊക്കെ ഉണ്ടാ? നമ്മുടെ വീട്ടിൽ ഉണ്ടായതാ. പൊളിയല്ലേ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഒരു കാര്യം ചോദിച്ചിട്ട് വരാം. പഴത്തിന് എത്രയായിരുന്നു? 50. സൂപ്പർ പഴല്ലേ? അടിപൊളിയാ. അപ്പുറത്ത് പലചരക്ക് കടയിൽ നിന്ന് മേടിച്ചതാ. പൊളിയല്ലേ? ആണ്ട് എന്റെ പഴം തിന്നല്ലേ. വീഡിയോ എടുക്കുന്ന ആള് പഴം തിന്നു. അച്ഛ കപ്പളങ്ങ ചെത്തി. അതെ, പുറത്ത് നിന്നാട്ടോ നമ്മൾ ചെത്തുന്നേ. ആദ്യം കൈ കഴുകിയിട്ട് വരാം ഞാൻ. കപ്പളങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കഴിക്കാം.
നല്ല മധുരമുള്ളൂ. നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല കപ്പങ്ങ. അങ്ങനെ കപ്പഴം വേണ്ട, വേന എടുക്കണം മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനെ നല്ല കഴുകാണ്ട് ഇങ്ങനെ ഓരോരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും, മുളക് ഞാൻ പറയുന്നില്ല, അത് എല്ലാവരും വീട്ടിലുള്ള സാധനമായിരിക്കുള്ളൂ. അപ്പൊ ഇല്ലാത്തവരും ഉണ്ടല്ലോ. അപ്പൊ ആരൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നു, കഴുകാണ്ട് വരെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആരാണ് ഉള്ളതെന്നൊന്ന് കമന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആരും ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും കൂടി അടിച്ചേക്കണം. മറക്കല്ലേ. ബൈ.